ഹോർമൂസിൽ അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചെന്ന അവകാശവാദവുമായി ഇറാൻ. ഒമാൻ ഉൾക്കടലിൽ ഇറാന്റെ പ്രാദേശിക അതിർത്തിയോട് അടുക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ പ്രവർത്തിക്കുന്ന യുദ്ധക്കപ്പലിനെ തങ്ങളുടെ നാവികസേന വിജയകരമായി ലക്ഷ്യമിട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിൽ തങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ അമേരിക്ക നിരന്തരം നടത്തുന്ന ആക്രമണങ്ങൾക്കും ഹോർമൂസ് കടലിടുക്കിലെ രാജ്യാന്തര ചട്ടങ്ങൾ US ലംഘിച്ചതിനുമുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇതെന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കി. എന്നാൽ ഇറാന്റെ ഈ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് US സെൻട്രൽ കമാൻഡ് രംഗത്തെത്തി. US നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഇറാൻ ആക്രമിച്ചുവെന്ന വാർത്ത തികച്ചും വ്യാജമാണെന്നും ഇറാൻ ലോകത്തിന് മുന്നിൽ കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും അമേരിക്കൻ സൈനിക വക്താക്കൾ ഔദ്യോഗികമായി പ്രതികരിച്ചു. കടലിലുള്ള അമേരിക്കൻ സൈനിക സംവിധാനങ്ങളും കപ്പലുകളും യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ പൂർണ്ണ സുരക്ഷിതമായി തങ്ങളുടെ ദൗത്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നും US സൈന്യം അറിയിച്ചു. ഇതിന് പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഹോർമൂസിൽ അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചുവെന്ന അവകാശവാദവുമായാണ് ഇറാൻ രംഗത്തെത്തുന്നത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും അമേരിക്ക തള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒമാൻ ഉൾക്കടലിന്റെ ഇറാന്റെ പ്രാദേശിക അതിർത്തിയോട് അടുക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ പ്രവർത്തിക്കുന്ന യുദ്ധക്കപ്പലിനെ തങ്ങളുടെ നാവികസേന വിജയകരമായി ലക്ഷ്യമിട്ടതായാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിൽ തങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ അമേരിക്ക നിരന്തരം നടത്തുന്ന ആക്രമണങ്ങൾക്കും ഹോർമൂസ് കടലിടുക്കിലെ രാജ്യാന്തര ചട്ടങ്ങൾ US ലംഘിച്ചതിനുമുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇത് എന്നതാണ് ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇറാന്റെ ഈ അവകാശവാദങ്ങളെ US പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. US സെൻട്രൽ കമാൻഡ് ഈ ഒരു അവകാശവാദത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. US നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഇറാൻ ആക്രമിച്ചു എന്ന വാർത്ത തികച്ചും വ്യാജമാണ് എന്നും ഇറാൻ ലോകത്തിന് മുന്നിൽ കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്നതാണ് അമേരിക്കൻ സൈനിക വക്താക്കൾ ഔദ്യോഗികമായി തന്നെ പ്രതികരിക്കുന്നത്. കടലിലുള്ള അമേരിക്കൻ സൈനിക സംവിധാനങ്ങളും കപ്പലുകളും യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ പൂർണ്ണ സുരക്ഷിതമായി തങ്ങളുടെ ദൗത്യങ്ങളുമായി മുന്നോട്ട് പോകുകയാണെന്നും US അറിയിച്ചു.